ലോകമെങ്ങും ഇസ്ലാമിക ഭീകരതയ്ക്ക് വിത്തുപാകി വളർത്തിയ ഇറാനിലെ ഷിയ ഭരണകൂടം ഏത് നിമിഷവും നിലംപൊത്തിയേക്കാം. ഇറാനിലെ എല്ലാ പട്ടണങ്ങളിലും പ്രക്ഷോഭകാരികൾ ശക്തമായ മുന്നേറ്റം നടത്തുന്നു. ലഭ്യമായ അന്തർദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിനകം തന്നെ ആയിരങ്ങൾ കൊല്ലപ്പെടുകയും അറസ്റ്റിലാകുകയും ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രക്ഷോഭത്തെ തടുത്തു നിർത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേദപുസ്തകത്തിൽ ഏകദേശം 29 തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും പിൽക്കാല ക്രൈസ്തവ സഭാചരിത്രത്തിൽ നിർണായക പങ്കാളിത്തമുള്ളതുമായ ഒരു രാജ്യമായിരുന്നു ഒരു കാലത്ത് പേർഷ്യ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ ഇറാൻ. മാത്രവുമല്ല, ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടും ഇറാന് വലിയ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകൻ 49-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എലാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറാൻ എന്ന അർത്ഥത്തിലാണ്. എലാമിൻ്റെ വില്ലൊടിക്കുമെന്ന പ്രവചനം നിവൃത്തിയാകുവാനുള്ള ഒരുക്കമാണോ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ? എന്തൊക്കെയാണ് ബൈബിളിൽ ഇറാനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ? പ്രവചനത്തിൽ ഇറാൻ്റെ റോൾ എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഇറാനും ബൈബിളുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇറാനുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, പേർഷ്യൻ സാമ്രാജ്യം ബൈബിളിൽ. ചരിത്രപരമായി നോക്കിയാൽ ബൈബിളിലെ പഴയ നിയമത്തിലെ പല സംഭവങ്ങളും പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നടന്നിരിക്കുന്നത്. ക്രിസ്തുവിന് മുൻപ് 550ഓടെ സൈറസ് ദ ഗ്രേറ്റിൻ്റെ നേതൃത്വത്തിൽ ടൈഗ്രിസ് നദീതടത്തിൽ ഉദയം കൊണ്ട പുരാതന പേർഷ്യൻ സാമ്രാജ്യം അക്കിമെനിഡ് എംപയർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ഇത്. അക്കാലത്തെ പ്രമുഖമായ മറ്റൊരു ശക്തിയായിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കിയാണ് പേർഷ്യ ശക്തിപ്പെടുന്നത്. ബാബിലോണിൽ പ്രവാസികളായിരുന്ന യഹൂദന്മാരുമായി പേർഷ്യയ്ക്ക് ബന്ധമുണ്ടാകുന്നതും സഹകരണം ഉണ്ടാകുന്നതുമൊക്കെ ഈ കാലഘട്ടത്തിലാണ്. ബാബിലോണിയൻ പ്രവാസത്തിലായിരുന്ന യഹൂദന്മാരുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇത്. ബൈബിളിലെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന എസ്ര, നെഹമ്യാവ്, എസ്തർ, ദാനിയേൽ എന്നീ പുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളെയും വ്യക്തികളെയും കേന്ദ്രീകരിച്ച് രചിക്കപ്പെട്ടിട്ടുള്ളവയുമാണ് എന്നോർക്കുക. 2, കോരസ് യഹോവയുടെ അഭിഷിക്തൻ. സൈറസ് ദ ഗ്രേറ്റ് എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന കോരസ് മഹാരാജാവിനെ ബൈബിളിൽ യെശയ്യാ പ്രവാചകൻ 45-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്: കർത്താവിൻ്റെ അഭിഷിക്തൻ. ഓർക്കണം, യഹൂദനല്ലാത്ത വിജാതീയനായ രാജാവാണ് കോരസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഹൂദന്മാരെ ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ജെറുസലേമിലേക്ക് തിരികെ അയക്കാനും യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കാനും അനുവദിച്ച കോരസ് രാജാവിൻ്റെ കൽപ്പന ഒരു ദൈവിക ഇടപെടലായി ബൈബിൾ അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് 538-ലാണ് ഇത് സംഭവിക്കുന്നത്. 3-ാമത്തെ കാര്യം, എസ്തർ രാജ്ഞിയും പേർഷ്യൻ രാജകൊട്ടാരവും. എസ്തറിൻ്റെ പുസ്തകം പേർഷ്യൻ സാമ്രാജ്യത്തിലെ ശൂഷൻ എന്ന തലസ്ഥാന നഗരിയിലാണ് സംഭവിക്കുന്നത്. ആധുനിക ഇറാനിലെ ഷുഷ് എന്ന നഗരമാണിത്. അവിടെ ഭരിച്ചിരുന്ന അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണകാലത്ത് നടന്ന ഒരു വംശഹത്യാ ശ്രമത്തിൽ നിന്ന് യഹൂദന്മാരെ രക്ഷിച്ച എസ്തേറിൻ്റെ ധീരമായ പ്രവൃത്തിയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. പിൽക്കാലത്തുണ്ടായ പുരീം എന്ന യഹൂദ പെരുന്നാളിൻ്റെ ഉത്ഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണുള്ളത്. 4-ാമത്തെ കാര്യം, ദാനിയേൽ പ്രവാചകനും പേർഷ്യൻ ഭരണാധികാരികളും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ബാബിലോൺ പ്രവാസത്തിൻ്റെയും പേർഷ്യൻ ഭരണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് എഴുതപ്പെട്ടത്. ദാര്യാവേശ് രാജാവിൻ്റെ കാലത്ത് ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടതും പേർഷ്യൻ രാജാക്കന്മാരായ ബെൽഷസർ, ദാര്യാവേശ്, കോരസ് എന്നിവരുടെ സ്വപ്നങ്ങളെ ദാനിയേൽ വ്യാഖ്യാനിച്ചതും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 5-ാമത്തെ കാര്യം, യഹൂദന്മാരുടെ മടക്കവും ദേവാലയ പുനർനിർമ്മാണവും. പേർഷ്യൻ രാജാക്കന്മാരായ കോരസ്, ദാര്യാവേശ്, അർത്ഥശ്രേഷ്ഠാവ് എന്നിവരുടെ പിന്തുണയോടെയാണ് യഹൂദന്മാർക്ക് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുവാനും തങ്ങളുടെ ദേവാലയം യെരുശലേമിൽ നിർമ്മിക്കുവാനും സാധിച്ചത്. എസ്രായും നെഹമ്യാവും ഈ പുനർനിർമ്മാണ പ്രക്രിയയിൽ പ്രധാന നേതൃത്വം വഹിച്ചവരാണ്. പേർഷ്യൻ ഭരണാധികാരികൾ യഹൂദന്മാരുടെ മതപരമായ കാര്യങ്ങളിൽ വലിയ തോതിൽ ഇടപെട്ടില്ലെങ്കിലും അവരുടെ സ്വദേശമായ ഇസ്രായേലിലേക്ക് മടങ്ങാനും യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുവാനുമുള്ള സഹായം നിർലോഭമായി അവർ നൽകി.
ഇത് ആ സാമ്രാജ്യത്വത്തിൻ്റെ മതപരമായ സഹിഷ്ണുതയുടെ ഒരു തെളിവായി തന്നെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്ന കാര്യമാണ്. ആറാമത്തെ കാര്യം, മേദ്യ പേർഷ്യൻ സാമ്രാജ്യം പ്രവചനങ്ങളിൽ. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ ബാബിലോണിന് ശേഷമുള്ള ലോകശക്തിയായി മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെ വിശദീകരിക്കുന്നു. ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ കാണുന്ന വലിയ പ്രതിമയുടെ തല തങ്കം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നെഞ്ചും കൈകളും വെള്ളിയാണ്. വയറും അരയും താമ്രവും തുടകൾ ഇരുമ്പും കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ കാലുകൾ പരസ്പരം ചേരാത്ത ഇരുമ്പും കളിമണ്ണും യോജിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. രാജാവ് നോക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് വന്ന് പ്രതിമയുടെ കാലിൽ അടിച്ചു. അതോടെ പ്രതിമ തകർന്നുപോയി. ഈ സ്വപ്നത്തിലെ നെഞ്ചും കൈകളും അടങ്ങുന്ന വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭാഗം ഇനി വരാൻ പോകുന്ന മേദ്യ പേർഷ്യൻ സാമ്രാജ്യമാണെന്ന് ദാനിയേൽ വെളിപ്പെടുത്തുന്നു. ദാനിയേൽ 8-ാം അധ്യായത്തിൽ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടുമൊക്കെ ഇടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ ആട്ടുകൊറ്റനെയും മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതായാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് അവരുടെ ശക്തിയെയും അതിൻ്റെ വ്യാപനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. ഇനി 7-ാമത്തെ കാര്യം, പേർഷ്യൻ ഭരണത്തിൻ്റെ വ്യാപ്തിയും സാംസ്കാരിക സ്വാധീനവും. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പേർഷ്യൻ സാമ്രാജ്യം ഇന്ത്യ മുതൽ കൂശ് വരെയുള്ള 127 പ്രവിശ്യകളിൽ വ്യാപിച്ചു കിടന്നിരുന്നതായി പറയുന്നു. ഇത് പേർഷ്യയുടെ വിശാലമായ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെയും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു. ഇത്രയും വലിയ സാമ്രാജ്യത്തെ ഭരിക്കാൻ പേർഷ്യക്കാർ ഒരു മികച്ച ഭരണ സംവിധാനം തന്നെ വികസിപ്പിച്ചെടുത്തു. ഇത് ബൈബിളിലെ പല പരാമർശങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. 8-ാമത്തെ കാര്യം, പേർഷ്യൻ നിയമങ്ങളുടെ സ്ഥിരതയും രാജാവിൻ്റെ വാക്കുകളുടെ പ്രാധാന്യവും. മേദ്യരുടെയും പേർഷ്യക്കാരുടെയും മാറ്റമില്ലാത്ത നിയമം എന്ന ആശയം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പല തവണ ആവർത്തിക്കുന്നുണ്ട്. ഇത് പേർഷ്യൻ ഭരണത്തിൽ നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും രാജാവ് ഒരു നിയമം പുറപ്പെടുവിച്ചാൽ അത് മാറ്റാൻ കഴിയുകയില്ല എന്നും സൂചിപ്പിക്കുന്നു. രാജാവിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അന്തിമമായ തീരുമാനങ്ങളായിരുന്നു അത്. ഇനി 9-ാമത്തെ കാര്യം, പുതിയ നിയമത്തിലെ പേർഷ്യൻ ബന്ധം. പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനന സമയത്ത് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെക്കുറിച്ച് പറയുന്നു. ജ്ഞാനികളെന്ന് അവരെ നമ്മൾ വിളിക്കുന്നു. പേർഷ്യൻ പുരോഹിത വർഗത്തിൽപ്പെട്ടവരോ പേർഷ്യൻ ജ്യോതിഷ പാരമ്പര്യത്തിൽ നിന്നുള്ളവരോ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇത് സ്വരാഷ്ട്രിയൻ മതത്തിലെ ഒരു പുരോഹിത വർഗത്തിലെ അംഗങ്ങളായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ആളുകളുമുണ്ട്. പേർഷ്യയിൽ ജ്യോതിഷത്തിനും ജ്ഞാനം സമ്പാദനത്തിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി 10-ാമത്തെ കാര്യം, ആദ്യകാല വിശ്വാസികളിൽ പേർഷ്യക്കാരും ഉണ്ടായിരുന്നു. പുരാതന പേർഷ്യയ്ക്ക് അല്ല ഇന്നത്തെ ഇറാൻ അതിൻ്റേതായ ഒരു സമ്പന്നമായ ആത്മീയ പാരമ്പര്യമുണ്ടെന്ന് ഓർക്കേണ്ടത് പ്രധാന കാര്യമാണ്. ബൈബിൾ അനുസരിച്ച് ആദ്യകാല ക്രൈസ്തവ വിശ്വാസികളിൽ പേർഷ്യക്കാരും ഉൾപ്പെട്ടിരുന്നു. പെന്തക്കോസ്ത് നാളിൽ പാർത്യരും മേദ്യരും അതായത് പേർഷ്യക്കാരും സന്നിഹിതരായിരുന്നെന്ന് അവിടെ അപ്പോസ്തല പ്രവർത്തികളിൽ എഴുതിയിരിക്കുന്നു. ബൈബിളിൽ പേർഷ്യയെ 29 തവണ പരാമർശിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പ്രധാനമായും എസ്രാ, നെഹമ്യാവ്, എസ്തേർ, എഹെസ്കേൽ, ദാനിയേൽ, ഇരമ്യാവ് എന്നീ പുസ്തകങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. മഹാനായ സൈറസിനെ കുറിച്ച് മാത്രം 19 വാക്യങ്ങളിലായി 23 തവണ പരാമർശിക്കുന്നുണ്ട്. എസ്രാ പുസ്തകത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. ഇത് ബൈബിൾ വിവരണത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതുമാണ്. സൈറസിൻ്റെ ഭരണകാലം മുതൽ ദാര്യാവേശ് രണ്ടാമൻ്റെ ഭരണകാലം വരെയുള്ള ഒരു നൂറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബൈബിൾ വിവരണങ്ങൾ പേർഷ്യൻ കാലഘട്ടത്തിലെ സംഭവങ്ങളെയും വ്യക്തികളെയും സാംസ്കാരിക പശ്ചാത്തലത്തെയും ഒക്കെ വിശദമായി മനസ്സിലാക്കുവാൻ നമുക്ക് അവസരം നൽകുന്നതാണ്. ബൈബിളിൽ 29 തവണ പരാമർശിക്കപ്പെട്ട രാജ്യമായ പേർഷ്യ ഇന്നത്തെ ഇറാനാണ്. 1935 അന്നത്തെ ഭരണാധികാരിയായിരുന്ന റസാ ഷാ പഹ്ലവി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ പേർഷ്യ ഇറാനായി മാറിയത്. എങ്കിലും ഇന്നും അവിടുത്തെ ഭാഷയെ പേർഷ്യൻ ഭാഷ എന്നും ആ സംസ്കാരത്തെ പേർഷ്യൻ സംസ്കാരമെന്നുമാണ് ലോകം വിളിക്കുന്നത്. പുരാതനമായ ഈ രാജ്യത്ത് 1979 ഇസ്ലാമിക വിപ്ലവത്തോടെയാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇറാൻ മാറിയത്.
വിപ്ലവാനന്തരം ഇറാനിലെ നിയമം ഇസ്ലാമിക ശരീഅത്ത് അടിസ്ഥാനത്തിലായി മാറി. ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാൾ ക്രിസ്തു മതം സ്വീകരിച്ചാൽ വലിയ കുറ്റമായി അത് പ്രഖ്യാപിക്കപ്പെട്ടു. ഇങ്ങനെ മാറുന്നവരെ അറസ്റ്റ് ചെയ്യാനും വധശിക്ഷ നൽകുവാനും ഒക്കെ ഭരണകൂടം തയ്യാറായി. ഇപ്പോൾ ഇറാനിൽ ഉണ്ടായിരിക്കുന്ന വിപ്ലവം ഇറാനെ ഒരു സെക്കുലർ രാഷ്ട്രമാക്കുമോ? ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2025 ഡിസംബറിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭങ്ങൾ ഇറാന്റെ തെരുവുകളെ മാറ്റത്തിന്റെ പാതയിലേക്ക് നയിക്കുമെന്ന് കരുതപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇറാനിൽ പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി നിരന്തരമായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകിയ ഒരു മറുപടി കൂടെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആത്മീയ നിരീക്ഷകരും നമുക്കിടയിൽ തന്നെയുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.